ടിക്കറ്റൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആസിഫലി ഫിലിമില്ലേ അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അതപ്പോൾ ഇവിടുന്ന് പൊളിച്ച് പറ്റാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ചെറുതായിട്ടുള്ളൂ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ജസ്റ്റ് പാക്ക് ചെയ്തിട്ട് നേരെ എറണാകുളം പോവാണ്. അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ വണ്ടി കയറ്റുന്ന പോലെ പിന്നെ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ഏരിയ കാണിച്ചു. നല്ല അടിപൊളി ഭംഗി കേട്ടോ ഷൂട്ടിംഗ് ലൊക്കേഷൻ. നോക്കിയേ ആട്ടിറച്ചി പോത്തിറച്ചി കണ്ടില്ലേ ടെമ്പോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാട്ടോ ഈ കട്ടി. ഞാൻ ഒറിജിനലാണ് വിചാരിച്ചു പോയി. അങ്ങനെ ഇത് ഒറിജിനലല്ല ഡ്യൂപ്ലിക്കേറ്റാണ് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ ഗ്ലാസ് ഒന്ന് എടുത്ത് നോക്കി കാണിച്ചിട്ടാവേ. ഇതുണ്ട് ഈ താഴെ അതും ഒറിജിനലല്ല. അപ്പോൾ ആ കമ്പി തൊട്ടപ്പോൾ ഈ ഇരുമ്പാണ് ഒറിജിനൽ ഈ കമ്പി. എന്നാൽ ഞാൻ മറ്റേ ചെയിനില്ലേ പക്ഷേ ഇതും ഒറിജിനലാണ് വിചാരിച്ചു പോയിടോ. എച്ചാതി സെറ്റിങ് അറിയുമോ, ഏത് കണ്ടു കഴിഞ്ഞാലും ഒറിജിനലായിരിക്കും. ഇതും ഒറിജിനൽ വിചാരിച്ച് ഞാൻ ഇടിക്കാൻ നോക്കിയപ്പോൾ പഞ്ഞി കണ്ട നോക്കിയേ. എൻ്റെ അമ്പോ ഇനി ഒറിജിനലാന്ന് ഫീൽ തോന്നിക്കുന്ന ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. ഇത് മറ്റേ മേശയാണ് ഒറിജിനൽ തോന്നിക്കുന്ന സാധനം. ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്. ഇതൊരു ജയിലായിട്ടുള്ളൊരു സെറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആയിരുന്നു. അതാണ് ഈ പൊളിച്ച് മാറ്റിയിരിക്കണേ. ഇവിടെ ഇതൊക്കെ ഇപ്പം അടിച്ചതാണ്, മുന്നേ ചെയ്ത പരിപാടിയാണ് അറിയില്ല. നോക്കിയേ കണ്ട അവിടെ നോക്കിയേ നല്ല ഭംഗിയില്ലേ. ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം പൊളിച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം. കണ്ടാ കുറേ ഡ്രോയിങ് ഒക്കെ ഉണ്ട് ഇവിടെ. കണ്ടാ ധർമാക്കോൾ കല്ല് പോലെ ആക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. എൻ്റെ വണ്ടി ലോഡ് കയറ്റി കൊണ്ടുവെക്കാനല്ലേ. ഇവിടെ ഒരു ഗൺ ഷൂട്ട് നടന്ന ലൊക്കേഷൻ കേട്ടോ. അതാണ് ഇരുമ്പോ വിചാരിച്ചു നോക്കിയേ. ഗ്രീൻ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കണേ. എനിക്ക് തോന്നുന്നു ഈ ഗ്രീൻ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്യണ പരിപാടിയല്ലേ അതേപോലെ. കണ്ടോ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ പുറകുവശമാണിത്. കണ്ടോ മുകളിലൊക്കെ പെയിൻ്റ് അടിച്ച് കണ്ട. സിനിമയിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഏരിയ ഒക്കെ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും കാണാം കേട്ടോ. മേലത്തെ പെയിൻ്റൊന്നും കാണില്ല, പച്ച പെയിൻ്റൊന്നും ചിലപ്പോൾ കാണുള്ളൂ. സിനിമ ഷൂട്ടിലേ ഈ വണ്ടി ഒന്ന് കണ്ടിട്ടുണ്ടോ നോക്കിക്കോട്ടാ. ഒരു വണ്ടി കാണിച്ചു തരാം. നരി സാധനം ഈ കണ്ടോ ഏതാ മുതൽ. ഈ 14 നമ്പർ ശ്രദ്ധിച്ചോ, ചിലപ്പോൾ സിനിമ ഇറങ്ങുമ്പോഴേ ചിലപ്പോൾ കാണും. മിലിറ്ററി അടിപൊളി പറഞ്ഞ അജാതി ടെറർ ലൊക്കേഷൻ ഉണ്ട് നോക്കിക്കേ. സ്റ്റണ്ട് ഷൂട്ടിങ് എന്ന് വെച്ചാൽ ഗൺ ഷൂട്ട് അവിടെ ഫുള്ള് പടപടാറുള്ള പൊട്ടൽ സീനൊക്കെ നടന്നിട്ടുണ്ടാവുക. അതാണ് നേരത്തെ കണ്ട ആ തോക്കും കാര്യങ്ങളൊക്കെ. നോക്കിയേ എങ്ങനെ റബ്ബേ ഇങ്ങനത്തെ ലൊക്കേഷനൊക്കെ ഞാനൊക്കെ ആദ്യമായിട്ട്. കഴിവുള്ളവർക്ക് നടക്കുള്ളൂ. കുറേ ചാടി നടന്നിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ലൊക്കേഷനൊക്കെ ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അമ്പു ചാടി കഴിച്ചു കണ്ടോ ഫുള്ള് ഷൂട്ടിങ്ങിൻ്റെ സാധനങ്ങൾ ഈ കാണണം മൊത്തം. ചിലത് കാണുമ്പോൾ ഈ ഒറിജിനലായിരിക്കും പക്ഷെ ഒറിജിനലല്ല. ഓക്കെ ഇപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞില്ല ചേട്ടാ. പൊളിക്കാത്ത സെറ്റ് എന്താ മോനെ സെറ്റാണത് പക്ക ഒറിജിനല്. ഇവിടുത്തെ ഗ്രൂപ്പിൻ്റെ ഈ കണ്ടത് എന്തൊക്കെ പേപ്പറാ. എൻ്റെ മോന് ഒറിജിനൽ വിചാരിച്ചടാ ഞാൻ. ഇരുമ്പ് ഇത് ഒറിജിനല്ല. ലിഫ്റ്റ്
ഒറിജിനൽ വെല്ലണ ചില്ല്, ഒറിജിനൽ വലുത്. സ്റ്റെപ്പ് വരുമെന്നാണേ ലൊക്കേഷൻ നോക്കാൻ പറ്റും. എൻ്റെ അമ്പോ ഏച്ചാതി സെറ്റ്. എൻ്റെ മോനെ ഇത് എന്ത് കമ്പനിയാണ് ഇതിനത്? വൺ സെറ്റപ്പ്. മേളിൽ കയറിപ്പോണേ. ഇവിടെ ഒന്നും ചെയ്തില്ല, താഴത്ത് മാത്രമല്ല സെറ്റായിട്ടുള്ളൂ. ഇല്ല, മേളിക്കുണ്ട്. അയ്യേ, വൺ സെറ്റപ്പ്. ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാൻ പ്രതീക്ഷയല്ല, ഞാൻ ഷോർട്ട് വീഡിയോ ഉദ്ദേശിച്ചത്. പക്ഷേ ലോങ് ആയി മാറി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോക്കുള്ളൊരു ടൈമിംഗ് ഉള്ളതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് വലിയൊരു എന്തൊരു കമ്പനി ആയിരുന്നത് കണ്ടിട്ട്. ഓക്കെ, ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ ആദ്യം വന്നത് അതാ. നേരത്തെ ഞാൻ കാണിച്ചൊരു സെറ്റില്ലേ, ആ സെറ്റിനെ ഇവിടുന്ന് ഞാൻ കാണിച്ചു കേട്ടോ. ആ സെറ്റാണ് ഈ കാണുന്നത്. ഒറിജിനലായിട്ട് തോന്നുന്നില്ല. ഈ സൈഡിലെ ഭിത്തി ഈ കാണുമ്പോൾ പക്ഷെ ഒറിജിനലല്ല. നോക്കിയേ, മിക്ക സിനിമയിലും കണ്ടിട്ടില്ലേ, ടി വിയും കമ്പ്യൂട്ടർ മോണിറ്ററൊക്കെ ആ സാധനമാണിത്. നോക്കിയേ, പക്കാ ഒറിജിനൽ. നോക്കി അതിൻ്റെ ബാക്ക് കാണിച്ചിട്ടുണ്ടോ? നോക്കിയേ, ഗ്രീൻ സ്ക്രീൻ അങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. ഒറിജിനൽ തോക്കിനെ പോലെ സംഭവം കാണിച്ചിട്ടാ. സംഭവം പറ്റണേ. മിസൈൽ ലോഞ്ചർ ആട്ടോ ഈ കാണുന്നത്, കണ്ടല്ലേ. സംഭവമൊക്കെ നമ്മൾ ചില സിനിമയിൽ കാണുമ്പോൾ പക്ക ഒറിജിനൽ. കാരണം തീരെ വെയിറ്റ് ഇല്ല ആ തോക്കല്ല, വലിയ തോക്കൊക്കെ തീരെ വെയിറ്റ് ഇല്ല സാധനത്തിന്. ഞാൻ ജസ്റ്റ് എടുത്തു നോക്കിയതാണ്. ഉണ്ടോ, വലിയ ഡബിൾ വാറിൽ കണ്ടാണ് ആ ചോപ്പിട്ടാ. ഉണ്ടോ, കത്തി വാളാണിത്. കണ്ടോ, നോക്കിയേ എൻ്റെ മോനെ, അടിപൊളിയല്ലതാ. ഷോർട്ട് ഗണ്ണ് ഞാൻ അടുത്ത കാണിച്ചു തരാം കേട്ടോ. കുറച്ച് തോക്ക് കൊണ്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ തോക്കിൻ്റെ ഇത് തന്നെയാണ്. കണ്ടില്ല നോക്കിയേ, തോക്കുകളിരിക്കണ നോക്കിക്കേ, എത്ര തീരെ വെയിറ്റില്ല ഇതിനൊന്നും. ഇപ്പോൾ കാണിക്കുന്നതാണ് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ മറ്റേ പുറത്തുള്ള ഓരോ വ്യൂ കേട്ടോ. നല്ല ഭംഗി പറഞ്ഞാൽ ഏജാതി ഭംഗി. കറക്റ്റ് ഹൈവേയുടെ തൊട്ടടുത്താണ്. അപ്പോൾ ഇത് എവിടെയെന്ന്, എങ്ങനെ കയറേണ്ട, ഏതാ ഭാഗത്തുനിന്ന് ഒക്കെ ഞാൻ ജസ്റ്റ് ലാസ്റ്റിൽ കാണിച്ചു തരാം. നോക്കിയേ, ഇത് പാലക്കാട് ചന്ദ്രനഗർ ഹൈവേ ആണ്. ഇവിടെ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ ഇത് നേരെ തൃശ്ശൂർ റോഡ്. ഓക്കെ, അല്ല തൃശ്ശൂർ റോഡാണിത്.
അവിടെ ഒരു കൊറിയർ ഓഫീസുണ്ട്. സൂം ചെയ്ത് കേട്ടോ. കേട്ടോ കൊറിയർ ഓഫീസ് ബിൽഡിംഗ് പണിയാണ്. ഒരു തൊട്ടടുത്ത് ഹോട്ടൽ. അത് കഴിഞ്ഞ പോലെ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് വഴി കാണിച്ചു കേട്ടോ. അല്ല ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ടാവും. ആ ട്രാൻസ്ഫോമറിൻ്റെ തൊട്ടടുത്ത് എന്താണ് ദർശനപുരി കോളനി. ഇതാ കാണാൻ പറ്റും. എന്താ കോളേജ് ആ റോഡിൽ തിരിഞ്ഞ ഇവിടെ ആദ്യത്തെ റൈറ്റ്. ഇതാണ് ആ ലൊക്കേഷനിലോട്ട് കയറുന്ന ഒരു എൻട്രി കാണിച്ചു കേട്ടോ. അടിപൊളി ലെവലേട്ടാ. കണ്ടോ ഇങ്ങനെയാണ് ഷൂട്ട് ലൊക്കേഷനിലോട്ട് കയറണം. നോക്കി എൻ്റെ അമ്പോ അടിപൊളി. മരം നോക്കി ഏച്ചാതി മരം ഫുള്ള് ബിൽഡിങ്. എങ്ങനെയുണ്ട് ആ സിനിമ ലൊക്കേഷൻ? എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറെ ലൊക്കേഷൻ കാര്യമൊന്നുമല്ല, എനിക്ക് ആ സെറ്റിൽ കൊണ്ടുവച്ച ആ തോക്കാണ് ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ചാൽ ഞാനൊരു മിക്ക ആൾക്കാരെ പോലെ തന്നെ ഒരു തോക്കിന് ക്രൈസുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അതിനുള്ള ഭാഗ്യം കാര്യങ്ങളൊന്നും ഒറിജിനൽ തൊടാനോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള രാജ്യത്ത് പോയിട്ട് നമ്മളെ മലയാളീസൊക്കെ ഇട്ട് പൊട്ടിക്കുന്ന പരിപാടിയില്ലേ, അങ്ങനെയുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു തോക്കിനൊക്കെ ഭയങ്കരമായിട്ട് ക്രൈസും ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ അവിടെ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ജസ്റ്റ് അതിൻ്റെ ആ ഒറിജിനാലിറ്റി പോലത്തെ ഒരു കോപ്പി കയ്യേറ്റ് തൊടാൻ വേണ്ടിയൊരു എന്തൊരു അതിലാണ് ഞാൻ ഇമ്പ്രസ്സായി പോയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ.